പശ്ചിമ ബംഗാളിൽ തൃണമൂൽ സർക്കാരിന് തിരിച്ചടി. 2016 അധ്യാപക അനധ്യാപക നിയമങ്ങൾ റദ്ദാക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. സംസ്ഥാനതല പരീക്ഷയിലൂടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങളാണ് റദ്ദാക്കിയത്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ പുതിയ നിയമനങ്ങൾ നടത്താനുള്ള നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേസ് അന്വേഷിക്കുന്ന CBI കേസിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. തൃണമൂൽ നേതാക്കൾ കൈക്കൂലി വാങ്ങി വ്യാപകമായി അധ്യാപക അനധ്യാപക നിയമനം നടത്തിയെന്നാണ് കേസ്. അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുള്ള ഹൈക്കോടതി ഉത്തരവ് തൃണമൂൽ കോൺഗ്രസിനെതിരെ BJPക്ക് ഉപയോഗിക്കാനുള്ള വിഷയമായി മാറും. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ എതിർപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കാനാകാതെ വലയുകയാണ് കോൺഗ്രസ്. ജാതി സെൻസസ് വാഗ്ദാനത്തെ മമതാ ബാനർജി എതിർക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തം കാട്ടി ബംഗാളിൽ ഒറ്റയ്ക്ക് നീങ്ങുന്ന മമത സഖ്യത്തിന്റെ പൊതുപ്രകടന പത്രികയിലും എതിർപ്പ് ഉന്നയിക്കുകയാണ്. ജാതി സെൻസസ് പ്രധാന വാഗ്ദാനമായി ഉന്നയിച്ച് പ്രകടന പത്രിക പുറത്തിറക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. കോൺഗ്രസിന്റെ നിർദ്ദേശം RJD, NCP, ഇടത് കക്ഷികളൊക്കെ സ്വാഗതം ചെയ്തെങ്കിലും ജാതി സെൻസസ് കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും അതിന്റെ പിന്നാലെ പോകാനില്ലെന്നുമാണ് മമതയുടെ ആക്ഷേപം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.